Hello dear students, so we are today going to learn about the equivalence of language acceptance. We have already seen what kind of languages, എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ഒരു പി ഡി എയിൽ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് ആക്സെപ്റ്റഡ് ആവുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു അല്ലേ. I had given a video on that. So now we are going to see അത് രണ്ടും ഈക്വാലൻ്റ് ആണെന്ന് കാണിക്കാൻ പോകണം. എന്താണ് what were the two methods? One was either by entering into an accepting state. ഞാൻ പറഞ്ഞു സ്റ്റാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളൊരു ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് ആ പി ഡി എയിൽ ആക്സെപ്റ്റഡ് ആവുന്നുണ്ടെന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് എന്തായിരുന്നു, യു ക്യാൻ ഐദർ ഡു ദിസ് വൺ ഓർ യു ക്യാൻ ഗെറ്റ് എ ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ബൈ എംപ്റ്റിയിങ് ദ സ്റ്റാക്ക് അല്ലേ. രണ്ടിനും നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ പി ഡി എ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ വി ഹാവ് ഡൺ സോ മെനി എക്സാമ്പിൾസ് ഓൺ ദിസ്. സോ നൗ വി വിൽ സീ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ക്ലിയർ ദാറ്റ് നൗ. ഓക്കെ, അപ്പോൾ ഐദർ ബൈ എൻറ്ററിങ് ഇൻ ടു ആൻ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഓർ എംപ്റ്റിയിങ് ദ സ്റ്റാക്ക് എന്നാണ് പറയുന്നത് അല്ലേ. സോ ലെറ്റ് us take an example of a raised to n b raised to n where n is greater than or equal to 1. Okay, let us take this example. Okay, ഇവിടെ നിങ്ങൾക്ക് പി ഡി എ കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം. എങ്ങനെയാണ്? Initially, let us take an example of AABB. Okay, so initially you are in the state Q0. Okay, Q0ൽ എനിക്ക് A എന്ന് പറഞ്ഞ ഇൻപുട്ട് വരികയാണ്. എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഡോളറാണ്. സോ ഇറ്റ് ഗെറ്റ്സ് റീപ്ലേസ്ഡ് വിത്ത് $. ഇനി എത്ര A വന്നാലും ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് A ആണെങ്കിൽ അത് A വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ്, ഇനി ഐ ആം ഗോയിങ് ടു ദ സ്റ്റേറ്റ് എനിക്ക് ബി വന്നു. എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എ ആണെങ്കിൽ വാട്ട് ഡു ഐ പോപ്പ് അല്ലേ, അത് പോപ്പ് ഔട്ട് ചെയ്ത് കളയും അല്ലേ. അങ്ങനെ ഐ റീച്ച് ദ സ്റ്റേറ്റ് Q1. Q1ൽ എത്ര ബി വന്നാലും എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ എ ആണെങ്കിൽ ഞാൻ അതിനെ പോപ്പ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇനി എന്താണ്, അപ്പോൾ എൻ്റെ രണ്ട് എക്ക് രണ്ട് ബി വന്നപ്പോൾ ആ രണ്ട് എയും രണ്ട് ബി വന്നപ്പോൾ ആ രണ്ട് ഏരിയയും പോപ്പ് ചെയ്ത് കളഞ്ഞു സ്റ്റാക്കിൽ നിന്ന്. ഓക്കെ, ഇപ്പം എന്താണ്, എൻ്റെ സ്റ്റാക്ക് എം ടി ആയി. എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഡോളർ ആണെങ്കിൽ എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് വിൽ റിമെയിൻ ആസ് $, ആൻഡ് ഐ വിൽ ഗോ ടു എ സ്റ്റേറ്റ് QF വിച്ച് ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ് അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ബൈ എംപ്റ്റിയിങ് ദ സ്റ്റാക്കാണ്. ഇപ്പം എൻ്റെ സ്റ്റാക്കിൽ നോക്കൂ, ആദ്യം ഞാൻ രണ്ട് എയിനെ ഡോളർ ഉണ്ട്, രണ്ട് എയിനെ ഇൻപുട്ട് ചെയ്തിരുന്നു. ഓരോ ബി വരുമ്പോഴും ഞാൻ ഈ ഓരോ എയിനെയും പോപ്പ് ചെയ്ത് കളഞ്ഞ് ഞാൻ എന്താക്കി, എൻ്റെ സ്റ്റാക്കിനെ ഞാൻ എംപ്റ്റി ആക്കി അല്ലേ. സോ ദിസ് മെത്തേഡ് ഇസ് ഡൺ ബൈ എംപ്റ്റിയിങ് ദ സ്റ്റാക്ക്. സ്റ്റാക്കിനെ എംപ്റ്റി ആക്കി സ്റ്റാക്ക് കാലിയാക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതേ പ്രോബ്ലത്തിൽ തന്നെ എൻ്റെ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഏതാ വരിക? I can even consider Q1 as an accepting state അല്ലേ. Q1ൽ എല്ലാ ബിയിനെയും ബി വരുമ്പോഴും എ ഉണ്ടെങ്കിൽ അതിനെ പോപ്പ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ Q1ൽ എനിക്ക് ഒരു ഇൻപുട്ടും ഇല്ലാതെ വരുമ്പോൾ എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഡോളർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഡോളർ ആണെങ്കിലോ അല്ലെങ്കിൽ ഡോളറിൻ്റെ മേളിൽ എന്തുണ്ടെങ്കിലും, ഇപ്പോൾ ആൽഫ ഡോളർ എന്നാണെങ്കിൽ അല്ലെങ്കിൽ അതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനെ ഞാൻ പോപ്പ് ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ ഐ ക്യാൻ മേക്ക് ഇവൻ Q1 ആസ് ദി ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. അപ്പോൾ ഈ Q1ൽ എത്തിയിട്ട് അത് ആക്സെപ്റ്റഡ് ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എൻറ്ററിങ് ഇൻ ടു ആൻ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആൻഡ് ആക്സെപ്റ്റിംഗ് ദ ലാംഗ്വേജ് A raised to n B raised to n. ഇനി ഇത് ഞാൻ എം ടി ആക്കിയിട്ട് ഞാൻ QF-ൽ എത്തിയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് മീൻസ് ദാറ്റ് ലാംഗ്വേജ് ഇസ് ബീങ് ആക്സെപ്റ്റഡ് ബൈ എംപ്റ്റിയിങ് ദ സ്റ്റാക്ക്. മനസ്സിലായോ? എനിക്ക് Q1ൽ എത്തുമ്പോൾ ബി വരുമ്പോൾ എത്ര ഉണ്ടെങ്കിലും അതിനെ പോപ്പ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ എനിക്ക് Q1 ഫൈനൽ സ്റ്റേറ്റ് ആക്കാം ബൈ റബ്ബിങ് ഔട്ട് ദിസ് പോർഷൻ. ഈ പോർഷൻ റബ്ബ് ചെയ്തിട്ട് എനിക്ക് ഇതിനെ ഫൈനൽ സ്റ്റേറ്റ് ആക്കിയിട്ട് എനിക്കതിനെ എന്ത് വന്നാലും എനിക്കിപ്പോൾ ഇവിടെ ബിയിലെ എല്ലാ എയും പോപ്പ് ചെയ്ത് കളഞ്ഞു. ഇനി എനിക്ക് എന്തൊക്കെ ആൽഫബറ്റ് വന്നാലും അതിനെ ജസ്റ്റ് പോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, പോപ്പ് ചെയ്യാൻ മീൻസ് അതിനെ എംപ്റ്റി ആക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് Q1 എന്നുള്ള സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യാം. സോ Q1 is my accepting state, and here if I am doing it till here, that means my particular PDA becomes accepted, or language in that PDA becomes accepted by emptying the stack. അതാണ് ഈ രണ്ട് പ്രോബ്ലം. ഓക്കെ, both are equivalent.
എങ്ങനെ ചെയ്താലും കറക്റ്റ് ആണ്, രണ്ടും ഈക്വിവാലൻ്റ് ആണ്. Now I am going to teach you a theorem to prove that these two are equivalent. ഇപ്പോൾ ഈ ഒരു കാര്യം കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഞാൻ ആ തിയറം പറയുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഒരു ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ഒരു പി ഡി എന്ന് ഞാൻ അതിനെ എം ടി സ്റ്റേറ്റിലേക്ക് ആക്കും. എം ടി സ്റ്റേറ്റിലുള്ള പി ഡി എനെ ഞാൻ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലും കാണിക്കും. ഓക്കെ, വൈസ് വേഴ്സ I will show so that we can prove that both are equivalent. Okay, I hope this is clear to you. Okay, now we'll get into the theorem. Just make a note of this. Okay, so here is the equivalence theorem that I have written. It has got two parts. Okay, the first one, in the first part we are going to show that from the final state we are able to get into an empty stack. ഓക്കെ, ഒരു ലാംഗ്വേജ് ഫൈനൽ സ്റ്റേറ്റിൽ ആക്സെപ്റ്റഡ് ആവുകയാണെങ്കിൽ അത് എം ടി സ്റ്റാക്കിലും ആക്സെപ്റ്റഡ് ആവും എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ തിയറം. ഇഫ് എൽ ഇസ് ഈക്വൽ ടു എൽ ഓഫ് പി ഓഫ് എഫ് ഫോർ സം പി ഡി എ പി വേർ പി എഫ് ഇസ് ഈക്വൽ ടു ക്യൂ സിഗ്മ ഡെൽറ്റ എഫ് ക്യൂ $0 എ, then there is a PDA Pn such that L is equal to n of Pn. Okay, ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഫൈനൽ സ്റ്റേറ്റിൽ ആക്സെപ്റ്റഡ് ആവുന്ന പി ഡി എനെയാണ് ഞാൻ പി എഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി ആയിട്ട് ആക്സെപ്റ്റഡ് ആവണം. എം ടി ബൈ എൻറ്ററിങ് ഇൻ ടു എൻ എം ടി സ്റ്റാക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റാക്കിനെ എം ടി ആക്കിയിട്ട് ആക്സെപ്റ്റഡ് ആവുന്ന പി ഡി എനെ ഐ എം റെപ്രസെൻറ്റ് യൂസിങ് പി എൻ. Okay, so I will write it here. PF accepting state ലുള്ള PDN കേട്ടോ, accepting state ലുള്ള PDN and PN by emptying stack. Okay, this concept is very easy. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നു അല്ലേ, എ റേസ് ടു എൻ ബി റേസ് ടു എൻ പറഞ്ഞു തന്നു. അതിൽ ഞാൻ എന്താ കാണിച്ചത്, ഒരു ഫൈനൽ സ്റ്റേറ്റിലും ആക്സെപ്റ്റഡ് ആവുന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു സ്റ്റാക്കിനെ എം ടി ആക്കിയിട്ടും ആക്സെപ്റ്റഡ് ആവണേന്നുള്ളതാണ് കാണിച്ചത്. അതിൻ്റെ തന്നെ ഒരു തിയറമായിട്ട് കാണിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഹിയർ ഇസ് ദ ഇഫ് എൽ ഇസ് ഈക്വൽ ടു എൽ ഓഫ് പി, ലാംഗ്വേജ് ഒരു പി എഫ് എന്ന് പറഞ്ഞ പി ഡി എയിൽ, അതായത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലെത്തുന്ന പി ഡി എയിൽ ഒരു ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ആവുകയാണെങ്കിൽ ആ സെയിം ലാംഗ്വേജ് എംറ്റിയിങ് ദ സ്റ്റാക്ക് ചെയ്തിട്ടും ആക്സെപ്റ്റഡ് ആവണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ തിയറം. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ ഫ്രം ഫൈനൽ സ്റ്റേറ്റ് ടു എം ടി സ്റ്റാക്ക് ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ Q0യും ഇത് മൂന്നും വരുന്നതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. പി എഫ് ആക്സെപ്റ്റിംഗ് പി ഡി എ ദി ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ് ഇത് മൂന്നെണ്ണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, Q0 ഇസ് മൈ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഇതൊക്കെ എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. പി എഫ് ആയിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റുകളാണ്. ഓക്കെ, ഇത് ഏത് വേണമെങ്കിലും ആവാം. ദർ ക്യാൻ ബി എൻ നമ്പർ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ Q0 എന്ന് പറഞ്ഞ ഒരു W എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, W എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഞാനൊരു പി ഡി എയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ഗോയിങ് ത്രൂ എ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ്, കുറേ ട്രാൻസിഷൻസ് നടന്നതിന് ശേഷം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സിമ്പിളാണ് ഈറ്റ. ഓക്കെ, ഈറ്റ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈറ്റ? നമ്മളൊരു സ്റ്റാക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റാക്കിൻ്റെ ഡോളറിൻ്റെ അടിയിൽ കിടക്കുന്നതാണ് ഈറ്റ. ഈറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് എം ടി ആക്കുക, അത്രേ ഉദ്ദേശിക്കാനുള്ളൂ. ഈറ്റ മീൻസ് ദ സ്റ്റാക്ക് ഇസ് എം ടി ആൻഡ് യു കനോട്ട് ഗോ ഫർദർ ബിലോ ദാറ്റ്. ഓക്കെ, ഡോളറാണ്, അതിൻ്റെ മേളിലാണ് ഡോളർ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈറ്റ എന്ന് പറഞ്ഞാൽ എം ടി സ്റ്റാക്ക് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞിരിക്കണം കേട്ടോ. ഈറ്റ ഇസ് നോട്ട് സ്റ്റാക്ക് സിമ്പിൾ. അത് ആ സ്റ്റാക്ക് സിമ്പിൾ ടോവിൽ വരുന്നതല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് അനദർ വേരിയബിൾ ദാറ്റ് ഐ ഹാവ് യൂസ്ഡ് ടു ഷോ ദാറ്റ് ദ സ്റ്റാക്ക് ഇസ് എംപ്റ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, Q0യിൽ W എന്ന് പറഞ്ഞൊരു സ്ട്രിങ് വരുമ്പോൾ അതിനെ ഞാനിപ്പോൾ ചിലപ്പോൾ പോപ്പ് ചെയ്യാം, ചിലപ്പോൾ പോപ്പ് ചെയ്യാണ്ട്, ഐ മീൻ എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആവാം, ചിലപ്പോൾ എംപ്റ്റി ആവാതിരിക്കാം. എങ്ങനെയാണെങ്കിലും ഞാൻ അതിലൊരു ഫൈനൽ സ്റ്റേറ്റ് പി എഫിലേക്ക് എത്തും. ഓക്കെ, പി എഫ് ആയിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ട് പി എഫിലേക്ക് ഞാൻ എത്തി. ഓക്കെ, പി എഫിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, എന്തൊക്കെ കണ്ടന്റ് എൻ്റെ സ്റ്റാക്കിലുണ്ടെങ്കിലും ഞാൻ അതിനെയൊക്കെ ജസ്റ്റ് ഐ കീപ് പോപ്പിംഗ് ഇറ്റ് ആൻഡ് ദെൻ ഐ മേക്ക് ഇറ്റ് എംപ്റ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു പി എഫ് എന്ന് ഞാൻ എങ്ങനെയാണ് പി എൻ കൺസ്ട്രക്ട് ചെയ്യണത്? പി എൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് പുതിയ സ്റ്റേറ്റ്സ് യൂസ് ചെയ്യും, വിച്ച് ഇസ് ദ P0 ആൻഡ് ദ P. ഓക്കെ, P0 എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് പി എൻ.
ഓക്കെ, പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ് മാത്രമാണ്. ഓക്കെ, Q0 is the initial state of PF. ഓക്കെ, പി എന്നിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്തായിരിക്കും? പി എന്നിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ P0 ആണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ, അപ്പോൾ ഞാനിവിടെ W എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്. ഓക്കെ, ക്യാൻ ബി എനി സ്ട്രിങ്. ഓക്കെ, W എന്ന് പറഞ്ഞ സ്ട്രിങ് എനിക്ക് ആദ്യം സ്റ്റേറ്റ് P0-ലെത്തി. P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് the PDA that is that is accepting by emptying the stack. PN-ന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് P0. ഓക്കെ, അപ്പോൾ P0-ലെത്തിയപ്പോൾ ഞാൻ എന്താ ചെയ്യണത്? P0 എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റാക്കിൽ ഇപ്പോൾ ആകെ കിടക്കുന്നത് ഒരു ഈറ്റ മാത്രമാണ്. ഓക്കെ, ഈറ്റ എന്ന് പറഞ്ഞാൽ ഒരു വൈ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണതാണ് കേട്ടോ ഈറ്റ. അപ്പോൾ എം ടി സ്റ്റാക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ P0-ൽ ഈറ്റ മാത്രമായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ഇൻപുട്ടും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് പി എഫിലേക്ക് കിടക്കാൻ പറ്റുക? പി എഫിൻ്റെ ഉള്ളിൽ ഈ Q0 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ബോട്ടത്തിൽ ഡോളർ വെച്ച് വരും. ഡോളർ വെച്ചിട്ട് വരുന്നതാണ് ഈ പി എഫിൽ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഈറ്റ കാണുമ്പോൾ P0-ലുള്ള സ്റ്റേറ്റിൽ ഈറ്റ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആയിട്ട് കാണുമ്പോൾ ഒരു ഇൻപുട്ട് ഇല്ലാതെയും ഇറ്റ് ഗോസ് ടു ദി സ്റ്റേറ്റ് Q0 വിച്ച് ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ പി എഫ്. ഓക്കെ, അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ആ ഈറ്റ എന്നെ കാണുമ്പോൾ ഞാൻ ഒരു ഡോളർ അതിലേക്ക് പുഷ് ചെയ്തിട്ട് ഡോളർ ഈറ്റ എന്നാക്കും. ഓക്കെ, ഡോളർ ഈറ്റ എത്തിയാലാണ് ഞാനിപ്പോൾ പി എഫ് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്കുള്ള ഒരു പി ഡി എല്ലിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് P0-ൽ ഈറ്റ മാത്രമായിട്ട് നള്ളാണ്, ഒന്നുമില്ല എന്ന് കാണുമ്പോൾ ഞാൻ Q0-ലേക്ക് എങ്ങനെയാണ് പോവുക? ഒരു ഡോളറിനെ ഞാൻ പുഷ് ചെയ്തിടും. ഓക്കെ, ഒരു ഡോളറിനെ പുഷ് ചെയ്ത് ഞാൻ Q0 എന്ന് പറഞ്ഞ പി എഫിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലെത്തും. ഓക്കെ, അവിടെ ഞാൻ ഓൺ ഗോയിങ് ത്രൂ എ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ്. എനിക്ക് എൻ്റെ സ്റ്റാക്കിൽ എനിക്ക് ഇൻപുട്ട് എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ എൻ്റെ A B എന്നാണ് നോക്കിയോ. ഓക്കെ, സ്റ്റാക്കിൻ്റെ ഉള്ളിൽ ഞാൻ ഡോളർ ഈറ്റ ഡോളർ 2 A ഇൻപുട്ട് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ B വന്നു. B വരുമ്പോൾ ഞാൻ ഓരോ എയ്ക്കും എനെ പോപ്പ് ചെയ്ത് ഞാനിവിടെ എന്ത് എത്തി? ഒരു ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള പി എഫിലേക്ക് എത്തി. ഓക്കെ, പി എഫിലെത്തുമ്പോൾ എൻ്റെ സ്റ്റാക്കിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എലമെൻറ്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. എന്താണെങ്കിലും അതെൻ്റെ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്സ് ആണ്. എൻ്റെ A raised to n B raised to n എന്ന് പറയുമ്പോൾ എൻ്റെ രണ്ടും എല്ലാ Aസും എല്ലാ Bസും ഈക്വൽ നമ്പറാണെങ്കിൽ എൻ്റെ അത് ആക്സെപ്റ്റഡ് ആവണം. പിന്നെ സ്റ്റാക്കിൽ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, Aയും Bയും ഈക്വൽ ആണെങ്കിൽ എൻ്റെ ആക്സെപ്റ്റഡ് ആവണം അല്ലേ? അപ്പോൾ ആ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലെത്തി എൻ്റെ ഇൻപുട്ട് എല്ലാം കഴിഞ്ഞു. അതായത് നള്ളാണ് എൻ്റെ ഇൻപുട്ട്. പക്ഷെ എൻ്റെ സ്റ്റാക്കിൽ എക്സ് എന്ന് പറഞ്ഞ കുറച്ച് എലമെൻറ്റ്സ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്റ്റാക്കിനെ എം ടി ചെയ്യാൻ എന്ത് ചെയ്യും? ഒന്നുമില്ല, അതിനൊക്കെ ഞാൻ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഞാൻ പോപ്പ് ചെയ്ത് കളയും അല്ലേ? അതാണ് ഞാൻ എഴുതിക്കണത്. ദെൻ ഇഫ് യു ആർ ഹാവിങ് നോ ഇൻപുട്ട് ആൻഡ് വെൻ യുവർ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഓർ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഇസ് കണ്ടെയ്നിങ് an element x, then you simply pop those elements and you empty the stack and you go to the state P, which is the final state of Pn. Pn-ന്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ്, എം ടി സ്റ്റാക്ക് ആക്കണതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ് Pn. അങ്ങനെ ഞാൻ എല്ലാം പോപ്പ് ചെയ്ത് Pn-ലേക്ക് എത്തും. അതിപ്പോൾ ഈ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലാണെങ്കിലും അതെ ഈ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഏത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എക്സ് എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ് എൻ്റെ സ്റ്റാക്കിൽ വരികയാണെങ്കിൽ ഞാൻ അതിനെയൊക്കെ ജസ്റ്റ് പോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ വേറൊരു സ്റ്റേറ്റ് P-യിലേക്ക് പോകും, വിച്ച് ഇസ് മൈ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. അപ്പം ഞാനിവിടെ പി എഫ് എന്ന് എനിക്ക് Pn ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്, ദെൻ ഐ വിൽ എക്സ്പ്ലെയിൻ ദി അതർ സൈഡ്. ഓക്കെ, ഇവിടെ നോക്കൂ, എൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ പി എഫ്, അതായത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലുള്ള പി ഡി എയുടെ ട്രാൻസിഷൻ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ എൻ P0, അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ നമ്മുടെ എന്താണ് Pn ആണ്. ഓക്കെ, ഇത് ഫുള്ള് കണ്ടെയ്ൻ ചെയ്യണതാണ് Pn. ഓക്കെ, അപ്പോൾ Pn-ൽ P0 എന്ന് ഞാൻ ഇപ്പോൾ ഇനീഷ്യലി ഞാൻ P0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അവിടെ ഒരു ഇൻപുട്ടും ഇല്ലാതെ when my top of the stack is eta, I go to a state Q0, which is the initial state of PF, and then I simply push a dollar to the stack. ഡോളറിനെ പുഷ് ചെയ്തു ഈറ്റി ഉള്ളപ്പോൾ. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്ത് ഞാൻ പി എഫിലേക്ക് എത്തി.
കുറേ കമ്പ്യൂട്ടേഷൻസ് അതിൻ്റെ ഇടയിൽ പുഷിങ്ങും പോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഐ റീച്ച് സ്റ്റേറ്റ് PF which is the final state of the PDA. ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലെ PDAയുടെ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റില്ലേ അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ് PF. ഓക്കെ, അപ്പം ഞാൻ അവിടെ എത്തി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട്. അപ്പോൾ ഇവിടുന്ന് P0 Q0ക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ നടക്കും. ലാസ്റ്റ് ഞാൻ എന്തായി, എനിക്ക് സ്റ്റാക്കിൽ ഒരു എന്തെങ്കിലും ഒരു സിമ്പിൾ വന്നു, എക്സ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ എൻ്റെ സ്റ്റാക്കിൽ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ എക്സ് വരുന്നുണ്ടെങ്കിൽ ആ എക്സിനെ എല്ലാം സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. പോപ്പ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, P എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് ഞാൻ ഫൈനലി എത്തും. കണ്ടെയ്നിങ് P, നൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയണേ നോക്കൂ, ഇതിൻ്റെ ഫുൾ കമ്പ്യൂട്ടേഷൻസ് ആണ് ഈ ഒരു ലൈനിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് നടക്കുന്നത് മൊത്തം ഞാൻ ഇതിൽ ഒരൊറ്റ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, P0ൽ I am getting a string W, and when my top of the stack is eta, I go to state Q0 where W ആണ് എൻ്റെ ഇൻപുട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈറ്റ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യുക, ഡോളറിനെ പുഷ് ചെയ്യും, ഡോളർ ഈറ്റയാക്കി. ആൻഡ് ദെൻ ഓൺ ഗോയിങ് ത്രൂ എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഈ സ്റ്റാർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് കണ്ടോ, കുറേ കമ്പ്യൂട്ടേഷനുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, Q എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലെത്തും. എനിക്ക് ഒരു ഇൻപുട്ടും ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു സ്റ്റാക്കിൽ ആൽഫ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു എലമെന്റ്, ഇവിടെ ഞാൻ പറഞ്ഞില്ല എക്സിനെയാണ് ഞാനിവിടെ ആൽഫയായിട്ട് കണ്ടെത്തുന്നത്. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞൊരു, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ആൽഫ മാറ്റി എക്സ് തന്നെ ആക്കിക്കോളൂ. ദാറ്റ് യു വിൽ നോട്ട് ഹാവ് എനി കൺഫ്യൂഷൻ. എക്സ് ഫോളോഡ് ബൈ ഈറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാക്കിലേക്ക് എത്തി. അങ്ങനെ എന്നിട്ട് ഞാൻ എന്താ ചെയ്യണേ, അങ്ങനെ എത്തിയ സ്റ്റേറ്റിൽ നിന്ന് ഞാൻ പിന്നെ എന്താ നെക്സ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പറയൂ. നെക്സ്റ്റ് ഞാൻ എന്തൊക്കെ എക്സ് വന്നാലും ഞാൻ അതിനെയൊക്കെ പോപ്പ് ചെയ്ത് കളഞ്ഞ് ഞാൻ എംപ്റ്റി സ്റ്റാക്കിലേക്ക് എത്തും. ആൻഡ് അവിടുന്ന് കുറേ കമ്പ്യൂട്ടേഷൻസ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഒരു ഇൻപുട്ടും ഇല്ലെങ്കിലും ഞാൻ ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻപുട്ട് എല്ലാം കഴിഞ്ഞു, സ്റ്റാക്കിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടായാലും ഇല്ലെങ്കിലും എന്താണെങ്കിലും ഞാൻ അതിനെയൊക്കെ പോപ്പ് ചെയ്ത് കളഞ്ഞ് എൻ്റെ സ്റ്റാക്കിനെ ഞാൻ എംപ്റ്റി ആക്കും. Okay, so now we can say that Pn accepts W by emptying the stack. ആ W എന്ന് പറഞ്ഞ സ്റ്റാക്കിനെ സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഇൻപുട്ടിനെ ഞാൻ എംപ്റ്റി ചെയ്ത് അതിൻ്റെ സ്റ്റാക്കിനെ എംപ്റ്റി ചെയ്ത് ഞാൻ ഫൈനലി എംപ്റ്റി സ്റ്റാക്കിലേക്ക് എത്തി. വിച്ച് മീൻസ് എൻ്റെ ആ പർട്ടിക്കുലർ ലാംഗ്വേജ് ഈ Pn കൂടിയും ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അർത്ഥം. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ W ടോ, സ്ട്രിങ് Wനെ Pn കൂടി ആക്സെപ്റ്റ് ചെയ്യും. ദിസ് ഈസ് ഹൗ യു ഡു ഫ്രം ഫൈനൽ സ്റ്റേറ്റ് ടു എംപ്റ്റി സ്റ്റാക്ക്. ഇനി ഇതിൻ്റെ തന്നെ നേരെ തിരിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ നേരെ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താവും, ഫ്രം എംപ്റ്റി സ്റ്റാക്ക് ടു ഫൈനൽ സ്റ്റേറ്റ് ആവും. ഓക്കെ, ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. Now let's see the second part, which is from the empty stack we are going to reach to the final state acceptance. Okay, ഒരു പർട്ടിക്കുലർ സ്ട്രിങ് എംപ്റ്റി സ്റ്റാക്കിൽ അത് ആക്സെപ്റ്റഡ് ആവുകയാണെങ്കിൽ, ആ എംപ്റ്റി സ്റ്റാക്ക് ചെയ്തിട്ടുള്ള ആ PDL ആക്സെപ്റ്റഡ് ആവുകയാണെങ്കിൽ ആ സെയിം സ്ട്രിങ് ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയിട്ടും അതായത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ എത്തിയിട്ടും ആക്സെപ്റ്റഡ് ആവും എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഫ്രം എംപ്റ്റി സ്റ്റാക്ക് ടു ഫൈനൽ സ്റ്റേറ്റ്. Here just see the theorem. If L is equal to N of Pn for some PDA where Pn is equal to നമ്മുടെ എന്തൊക്കെയാണോ അതിൻ്റെ ടപ്പിൾസ് അത് എഴുതിയിട്ടുണ്ട്, then there is a PDA PF such that L is equal to L of PF. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. How are we going to do this? So this theorem basically states that if there exists a PDA Pn that accepts a language by empty stack, then there will definitely exist a PDA PF that accepts a language by reaching the final state. Okay, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേ നോക്കൂ. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ തിയറം എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ Pn ആണിത്, നമ്മൾ Pn നിന്ന് നമ്മൾ PFനെ കൺസ്ട്രക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ Pnൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Q0 ആണ്. അത് എംപ്റ്റി ചെയ്ത് നമ്മുടെ Pn എന്ന് പറഞ്ഞാൽ ബൈ എംപ്റ്റിങ് ദ സ്റ്റാക്ക് അല്ലേ, നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നമ്മൾ എംപ്റ്റി ചെയ്തിട്ട് നമ്മുടെ സ്റ്റാക്ക് എത്തി. ഓക്കെ, ഇനി നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയത്
ടു സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ടു സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യും, P0 ആൻഡ് PF. ഹിയർ P0 ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് PF. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? P0 ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് PN എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ P0 ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് PF ആൻഡ് നമ്മുടെ ഫൈനൽ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് PF ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഇതേപോലെ തന്നെ P0യിൽ ഒരു സ്ട്രിങ് W വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഈറ്റ് ആണെങ്കിൽ നമ്മൾ പുഷ് ചെയ്യും ഒരു ഡോളറിനെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? PNലേക്ക് എത്തും, വിച്ച് ഇസ് ഹാവിങ് Q0 ആസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, Q0 ഇനീഷ്യൽ സ്റ്റേറ്റ് ആയി നിന്ന് ഓൺ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സ്റ്റാക്ക് എം ടി ആയിട്ട്, അതായത് ആകെ ഈറ്റ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാക്കിനെ നമുക്ക് കിട്ടി അല്ലേ? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണു? അതിൽ നിന്ന് നമുക്ക് ആ സ്റ്റാക്കിൽ നിന്ന് നമ്മൾ നേരെ എന്താ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു PF വിച്ച് ഇസ് ദി ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻസ് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കൂ. PFൽ P0 ഓൺ ഗെറ്റിംഗ് നൾ. ഓക്കെ, PF ഞാൻ പറഞ്ഞു P0 ആണ് നമ്മുടെ PFലെ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, അവിടെ നള്ള് കിട്ടുമ്പോൾ ഈറ്റയാണ് ടോപ്പിൽ എങ്കിൽ അതിനെ നമ്മളൊരു ഡോളർ വെച്ച് പുഷ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫൈനലി PFലേക്ക് എത്തും. ഓക്കെ, ഫോർ ഓൾ സ്റ്റേറ്റ്സ് Q in Q, ഇൻപുട്ട് A ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻപുട്ട് നള്ളാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കുറേ കമ്പ്യൂട്ടേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ ഈ PFൽ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്തൊക്കെ പെയേഴ്സ് ആണോ ക്രിയേറ്റ് ചെയ്യണത് അതൊക്കെ തന്നെ ഫൈനൽ സ്റ്റേറ്റിലും ക്രിയേറ്റഡ് ആവുന്ന പറയുന്നത്. അതെല്ലാം സെയിം തന്നെയാണ്, കൺസെപ്റ്റ് വൈസ് എല്ലാം സെയിം തന്നെയാണ്. ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ഉള്ളിലെ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് അർത്ഥം, ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ സ്റ്റാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് അതിനെ പോപ്പ് ചെയ്ത് കളഞ്ഞ് അതിനെ എം ടി ആക്കും. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കമ്പ്യൂട്ടേഷൻസ് ആണോ നമ്മൾ PNൽ ചെയ്യണത് അതൊക്കെ PFലും ഉണ്ടാവും. PFൽ നടക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഷൻസും PNലും ഉണ്ടാവും. ദാറ്റ് ഇസ് ഓൾ കണ്ടെയ്ൻസ് ഓൾ പെയേഴ്സ് ഇൻ ദിസ്. PFലുള്ള എല്ലാ പെയേഴ്സും PNൽ ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞതിലോട് PNലുള്ള എല്ലാ പെയേഴ്സും PFലും ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ഫൈനലി നമ്മുടെ സ്റ്റാക്കിൽ എന്ത് എലമെന്റ് ഉണ്ടെങ്കിലും അത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് നേരിട്ട് പോകും. അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, P0 ഇനീഷ്യൽ സ്റ്റേറ്റ്, W എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്, ഈറ്റയാണ് ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് എങ്കിൽ നമ്മൾ Q0 എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകും. W ഇൻപുട്ട് തന്നെ ഡോളർ വെച്ച് പുഷ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ? ഡോളർ വെച്ച് പുഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? Q എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്ക് എത്തി. ആ Q എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആവാട്ടോ. ആ Q എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെത്തി. നമുക്ക് ഇൻപുട്ട് ഒന്നുമില്ല, ഈറ്റയാണ് എൻ്റെ സ്റ്റാക്കിലാകെ കിടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ ഗോ ടു അനദർ സ്റ്റേറ്റ് PF വിത്തൗട്ട്, എനിക്ക് ഇൻപുട്ട് ഒന്നുമില്ല, ഇൻപുട്ട് ഇല്ലാണ്ട് തന്നെ ഞാൻ PFലേക്ക് പോകും. ആ PFൻ്റെ ഉള്ളിൽ ഇനി എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനെ ജസ്റ്റ് പോപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ഗെറ്റ് ആക്സെപ്റ്റഡ്. അതായത് ഇപ്പം എൻ്റെ ഒരു സ്റ്റാക്ക് ഉണ്ട് നോക്കിയോ, സ്റ്റാക്ക് ഉണ്ടെങ്കിൽ ഈറ്റ ഈറ്റയാണ്, ഇതിൻ്റെ മേലെ ഡോളറാണ്. എന്തെങ്കിലും സ്റ്റാക്കിലുണ്ടെന്ന് നോക്കിയോ? സ്റ്റാക്കിലുണ്ടെങ്കിൽ എൻ്റെ എം ടി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എം ടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ പോപ്പ് ചെയ്ത് കളഞ്ഞു, ഇതെല്ലാം പോപ്പ് ചെയ്ത് കളയാന്ന് അർത്ഥം. പോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഈറ്റ മാത്രം എത്തുന്ന സ്റ്റാക്കിനെയാണ് ഞാൻ എം ടി സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, PNൽ ഈറ്റ മാത്രം സ്റ്റാക്കിലുണ്ടെങ്കിലാണ് ഞാൻ അതിനെ എം ടി സ്റ്റാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ എങ്ങനെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന് എങ്ങനെ PFലേക്ക് എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ എല്ലാ, അപ്പോൾ A എന്നുള്ള സാധനം എൻ്റെ സ്റ്റാക്കിൽ ഉണ്ടെങ്കിൽ കൂടിയും ഞാനത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലാണെന്ന് നോക്കിയോ? ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ മീൻ എം ടി സ്റ്റേറ്റിലാക്കണമെങ്കിൽ ഞാൻ ഇതിനെയൊക്കെ പോപ്പ് ചെയ്ത് കളയും. ഓക്കെ, എം ടി സ്റ്റേറ്റിലാക്കണമെങ്കിൽ ഞാനൊരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു PF എന്ന് പറഞ്ഞൊരു ഒരു PN എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ whatever ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഞാൻ ഇതിനെല്ലാം പോപ്പ് ചെയ്ത് കളയും. ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ എന്താണ്? ഞാൻ അതിനൊക്കെ അങ്ങനെ തന്നെ വെക്കും, സ്റ്റാക്കിലുള്ളതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടോ, എൻ്റെ ലാംഗ്വേജിനെ സാറ്റിസ്ഫൈ ചെയ്ത് ഞാൻ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ A ഒക്കെ അവിടെ ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫൈനൽ എം ടി സ്റ്റാക്ക് ആക്കുകയാണെങ്കിൽ ഞാൻ അതിനൊക്കെ പോപ്പ് ചെയ്ത് കളയും. നേരത്തെ പറഞ്ഞാൽ നേരെ റിവേഴ്സാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ എത്തിയാലും ഇക്വിവാലൻ്റ് ആണ്. ദാറ്റ് ഇസ് വാട്ട് ആ പ്രോബ്ലം ഞാൻ നേരത്തെ സോൾവ് ചെയ്ത് കാണിച്ചത് അതാണ്. എങ്ങനെയൊക്കെ എത്തിയാലും എൻ്റെ
string accepted ആവണം either by emptying the stack or by getting into the final state. Whatever it is fine. Okay. empty stack in the final state like empty stack idu final state like next then I go to another state which is the final state and which is the accepting state and there my problem ends. Okay, ഇനിയിപ്പോൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, എൻ്റെ സ്റ്റാക്കിൽ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, എനിക്ക് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എംപ്റ്റി സ്റ്റാക്കിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ജസ്റ്റ് ഞാൻ പോപ്പ് ചെയ്ത് എല്ലാ എലമെൻറ്റ്സിനെയും പോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തും. സോ ആ W എന്ന് പറഞ്ഞ string which was accepted in the empty stack also gets accepted in the final state. So രണ്ടിൻ്റെയും വൈസ് വേഴ്സ, നമ്മൾ നേരത്തെ എഴുതിയതിൻ്റെ നേരെ റിവേഴ്സാണ് എഴുതിയിരിക്കുന്നത്, വേറൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ we prove the acceptance or equivalence of the accepting states or the accepting languages in a PDA. Okay, just make a note of this.